UDF അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയാണ് ഒരു പ്രധാന വാഗ്ദാനം. KSRTCക്ക് ഇതുമൂലം എത്ര പണം അധികം ചിലവാക്കേണ്ടി വരും എന്നറിയാനായി മെയ് 9 മുതൽ ജെൻഡർ ബേസ്ഡ് ടിക്കറ്റിംഗ് നടപ്പിലാക്കാൻ തുടങ്ങി. ഓരോ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോഴും യാത്രക്കാരൻ്റെ ജെൻഡർ ടിക്കറ്റിൽ മാർക്ക് ചെയ്യുന്ന രീതിയാണിത്. ഇതുവഴി എത്ര സ്ത്രീകൾ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടെന്നും എത്ര കോടി രൂപ KSRTCക്ക് അധികം ചെലവാക്കേണ്ടി വരും എന്ന കണക്ക് കണ്ടെത്താനാണ് ശ്രമം. പക്ഷേ ഈ കണക്ക് തെറ്റും. എങ്ങനെയെന്നല്ലേ? നമുക്ക് KSRTCയും പ്രൈവറ്റ് ബസ്സും സർവീസ് നടത്തുന്ന ഒരു ബസ് റൂട്ട് പരിഗണിക്കാം. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയാൽ സ്ത്രീകൾ കൂടുതലായും KSRTC ബസ്സുകളെ ആശ്രയിക്കാൻ തുടങ്ങും. അതായത് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരും KSRTCയിലേക്ക് മാറും. ഇതിൻ്റെ ഫലമോ? സ്ത്രീകളുടെ തിരക്ക് KSRTCയിൽ വർദ്ധിക്കും, പ്രൈവറ്റ് ബസ്സുകളിൽ കുറയും. പുരുഷന്മാരുടെ കാര്യമോ? അവർ തിരക്ക് കുറഞ്ഞ പ്രൈവറ്റ് ബസ്സിലേക്ക് നീങ്ങും. അവസാനം പുരുഷന്മാരുടെ ടിക്കറ്റ് വഴി KSRTCക്ക് ലഭിക്കുന്ന വരുമാനത്തിലും വലിയ ഇടിവ് വരും. അതോടെ വൻ നഷ്ടത്തിലേക്ക് KSRTC പോകും.